ഹായ് ഓൾ, ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പരീക്ഷ അങ്ങനെ കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? ക്വസ്റ്റ്യൻസിന്റെ നിലവാരം എങ്ങനെയുണ്ടായിരുന്നു? ഓരോരുത്തർക്കും അത് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ I+ തയ്യാറാക്കിയിട്ടുള്ള ടെൻറ്റേറ്റീവ് ആൻസർ കീ ആണ് ഇത്. കോഡ് C വെച്ചിട്ടാണ് ഈ ചോദ്യപേപ്പർ ഉള്ളത്. കോഡ് C ആണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ കോഡ് ഏതാണോ അത് നോക്കി അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടിയ സ്കോറും എത്ര ആണെന്ന് കമന്റ് ചെയ്യുക. ഇത് ടെൻറ്റേറ്റീവ് ആൻസർ കീ ആണ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അല്ലെങ്കിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് കോഡ് C ആണ്. പേപ്പർ കോഡ് C ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് C ആണ്. ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിഫറെന്റ് മെറ്റൽസ് ദേ ആർ യൂസ്ഡ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ് വിച്ച് മെറ്റൽ ഡസ് നോട്ട് അലോ എക്സ്റേസ് ടു പാസ് ത്രൂ. അതായത് എക്സ്റേ പാസ് ചെയ്യാത്തുള്ള രീതിയിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നുള്ളതാണ്. കോപ്പർ, സിങ്ക്, ലെഡ്, ടിൻ. ലെഡ് ആണ് ഇതിന്റെ ആൻസർ. ലെഡ് ആണ് യൂഷ്വലി നമ്മൾ എക്സ്റേ പാസ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ. സ്റ്റെതസ്കോപ്പ് ടെസ്റ്റ് കെയിംസിൻ, അതായത് സ്റ്റെതസ്കോപ്പ് ടെസ്റ്റ് ഈ കൂട്ടത്തിൽ ഏതാണ്? ഡിസ്ട്രക്റ്റീവ് ആണോ, സെമി ഡിസ്ട്രക്റ്റീവ് ആണോ, സ്പെഷ്യൽ നോൺ ഡിസ്ട്രക്റ്റീവ് ആണോ, കോമൺ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് കൂട്ടത്തിൽ പെടുന്നതാണ്. കോമൺ NDTയുടെ കൂട്ടത്തിൽ പെടുന്നതാണ് സ്റ്റെതസ്കോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. WPSന്റെ ഫുൾ ഫോം എന്തെന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. സിമ്പിൾ ആണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ, അതാണ് WPS. ഓപ്ഷൻ D, വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ. ദ വെലോസിറ്റി ഓഫ് പ്ലാസ്മ ആർക്ക് കട്ടിംഗ് സ്ട്രീം ഈസ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്ലാസ്മ ആർക്ക് വെൽഡിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. 600 മീറ്റർ/സെക്കൻഡ്. ഓപ്ഷൻ B, 600 മീറ്റർ/സെക്കൻഡ് ആണ് പ്ലാസ്മ ആർക്ക് വെൽഡിങ്ങിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. പ്ലാസ്മ ആർക്ക് കട്ടിംഗ് സ്ട്രീമിന്റെ കട്ടിങ്ങിന്റെ സമയത്തുള്ള വെലോസിറ്റി ആണ് ഈ പറയുന്നത്. ദ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്ലാസ്മ കട്ടിംഗ് അതർ ദാൻ കംപ്രസ്ഡ് എയർ. അപ്പൊ കംപ്രസ്ഡ് എയറിന് പുറമെ ഏത് ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നതാണ്? 2% തോറിയേറ്റഡ് ടങ്സ്റ്റൺ. അതും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 2% തോറിയേറ്റഡ് ടങ്സ്റ്റൺ. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഒരു ഭൂരിഭാഗം ചോദ്യങ്ങളും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് വൺ ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹാർഡ് ഫേസിംഗ്. ഹാർഡ് ഫേസിംഗിന്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഇൻക്രീസ്ഡ് ലേബർ കോസ്റ്റ്, ഇൻക്രീസ്ഡ് ഐഡിൽ ടൈം ഓഫ് പ്ലാന്റ്, ഷോർട്ടർ ലൈഫ് ഓഫ് വെയറിംഗ് പാർട്സ്, യൂസ് ഓഫ് റീകണ്ടീഷൻഡ് വോൺ ഔട്ട് പാർട്സ്. ഓപ്ഷൻ D, ഈ തന്നിരിക്കുന്ന 4 അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് തന്നെ ഓപ്ഷൻ D മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഡിഫക്ട്സ് ആർ പ്രിവെന്റഡ് ബൈ കൺട്രോളിംഗ് ഓഫ് ഹീറ്റ് ഇൻപുട്ട് ടെക്നിക്. ഒരുപാട് ഡിഫക്റ്റുകളെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ, എനിക്ക് തോന്നുന്നു 5ഓളം ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പല GMAWന്റെയും അതുപോലെ മറ്റ് വെൽഡിങ്ങുകളുടെയൊക്കെ ഡിഫക്റ്റുകൾ, GTAWന്റെ ഒക്കെ ഡിഫക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ഹീറ്റ് ഇൻപുട്ട് ടെക്നിക്ക് മാറ്റി പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന വെൽഡിംഗ് ഡിഫക്റ്റ് ഏതാണെന്നുള്ളതാണ്. ക്രാക്ക് ആൻഡ് സ്പാറ്റർ അല്ല, പൊറോസിറ്റി ആൻഡ് ക്രാക്ക് അല്ല, പൊറോസിറ്റി ആൻഡ് ഡിസ്റ്റോർഷൻ അല്ല, ക്രാക്ക് ആൻഡ് ഡിസ്റ്റോർഷൻ. അതായത് ക്രാക്കും ഡിസ്റ്റോർഷനുമാണ് ഹീറ്റ് ഇൻപുട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഡിഫക്റ്റ്. പോസ്റ്റ് ഹീറ്റിംഗ് ഈസ് ഡൺ ആഫ്റ്റർ വെൽഡിംഗ്. ദ റീസൺ ഫോർ പോസ്റ്റ് ഹീറ്റിംഗ് ഈസ് ടു. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളത്. റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് കൂളിംഗ്, കൺട്രോൾസ് റേറ്റ് ഓഫ് കൂളിംഗ്, ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഹീറ്റിംഗ്, കൺട്രോൾസ് റേറ്റ് ഓഫ് ഹീറ്റിംഗ്. അപ്പോൾ കൂളിങ്ങിന്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ശരിക്കും പോസ്റ്റ് ഹീറ്റിംഗിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് റെഡ്യൂസ് റേറ്റ് ഓഫ് കൂളിംഗ് എന്നുള്ളതാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേം ഡു നോട്ട് ഇൻഡിക്കേറ്റ് ദ ഗ്രേഡ് ഓഫ് ഫയൽ. അപ്പൊ ഫയലുകളുടെ പല ഗ്രേഡുകളുണ്ട്. അതിൽ ബാസ്റ്റഡ് ഫയൽ ഉണ്ട്, സെക്കൻഡ് കട്ട് ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, പക്ഷെ ഫസ്റ്റ് കട്ട് ഫയൽ ഇല്ല. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ B. 10ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ടൂൾസ് ആൻഡ് ദെയർ യൂസ്. അപ്പോൾ ഈ ഫോളോയിങ് ടൂൾസ് മാച്ച് ചെയ്യുക. അപ്പൊ ഏതാണ്? ഹാൻഡ് ഷീൽഡ് ടു പ്രൊട്ടക്ട് ഐസ് ഫ്രം UV റേസ്, അതാണ് ഹാൻഡ് ഷീൽഡ്. ചിപ്പിംഗ് ഹാമർ ടു റിമൂവ് സ്ലാഗ്, അതുപോലെ ടോങ്സ് എന്താണ്? ടു ഹോൾഡ് ഹോട്ട് ജോബ്സ്, ട്രൈ സ്ക്വയർ ടു ചെക്ക് സ്ക്വയർനെസ്. അപ്പോൾ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ D, P4Q1 R3S2 എന്നുള്ളതാണ്. 11ാമത്തെ ചോദ്യം, ക്രോസ് സെക്ഷൻ ഓഫ് ചിസലിന്റെ ക്രോസ് സെക്ഷൻ ഏത് ഷേപ്പിലാണ്? സിമ്പിൾ ആണ്, ഹെക്സഗണൽ ഷേപ്പിലാണ്. ഓപ്ഷൻ D, ഹെക്സഗണൽ. ഹൗ മച്ച് ഓക്സിജൻ ഈസ് റിക്വയർഡ് ടു ഓക്സിഡൈസ് 1 kilogram ഓഫ് അയൺ. അപ്പോൾ ഇത് 12ാമത്തെ ചോദ്യമാണ്, കട്ടിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ ഈ വാല്യൂ കൊടുത്തിട്ടുണ്ട്. 300 liters ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ D. 13ാമത്തെ ചോദ്യം, വിച്ച് ഫ്യൂവൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ അണ്ടർ വാട്ടർ കട്ടിംഗ്. അണ്ടർ വാട്ടർ കട്ടിങ്ങിന് ഏത് ഫ്യൂവൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന? മെയ്തേൻ അല്ല, അസറ്റ്ലീൻ അല്ല, LPG അല്ല, ഹൈഡ്രജൻ ഫ്യൂവൽ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. 14ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് വിത്തൗട്ട് ഇലക്ട്രിക് സപ്ലൈ. ഇലക്ട്രിക് സപ്ലൈ കൊടുക്കാത്തത് ഏതാണ്? എക്സ്റേ പറ്റില്ല, അൾട്രാസോണിക് അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് പാർട്ടിക്കൽ ടെസ്റ്റ് അല്ല, ഗാമാ-റേ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രിസിറ്റി ആവശ്യമില്ലാത്തത്. 15ാമത്തെ ചോദ്യം, എ ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു നോ ദ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഡക്റ്റിലിറ്റി ഓഫ് വെൽഡ്. വെൽഡിന്റെ ടെൻസൈൽ സ്ട്രെങ്തും ഡക്റ്റിലിറ്റിയും കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ B, ടെൻസൈൽ ടെസ്റ്റ് ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ B, ടെൻസൈൽ ടെസ്റ്റ്. 16ാമത്തെ ചോദ്യം,
ആസിഡ് ക്രോമേറ്റ് ബാത്ത് ഈസ് റെക്കമെൻഡഡ് ഫോർ ദ റിമൂവൽ ഓഫ് ഫ്ലെക്സ് റെസിഡ്യൂ ഇൻ. അപ്പൊ ഇത് നമ്മുടെ ഫ്ലെക്സ് റെസിഡ്യൂവിന്റെ റിമൂവലുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീപ്പായിട്ടൊരു ചോദ്യമാണ്. അപ്പൊ ആസിഡ് ക്രോമേറ്റ് ബാത്ത് ഏത് ഫ്ലെക്സ് റെസിഡ്യൂ ഒഴിവാക്കാനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കോപ്പർ അലോയ്സ്, മഗ്നീഷ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം അലോയ്സ്. കറക്റ്റ് ആൻസർ ശരിക്കും നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് മാറിപ്പോയിട്ടുണ്ട്. മഗ്നീഷ്യം അലോയ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മഗ്നീഷ്യം അലോയ്സ്, ഓപ്ഷൻ ബി മഗ്നീഷ്യം അലോയ്സ് എന്നുള്ളതാണ് ടെക്സ്റ്റിൽ കാണുന്ന ആൻസർ എന്ന് പറയുന്നത്. ദെൻ 17ാമത്തെ ചോദ്യം, ഓക്സിജൻ സിലിണ്ടർ. ഓക്സിജൻ സിലിണ്ടേഴ്സ് ആർ പീരിയോഡിക്കലി ക്ലീൻഡ് ബൈ യൂസിങ്. ഓക്സിജൻ സിലിണ്ടർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ബ്രൈൻ സൊല്യൂഷൻ, കോസ്റ്റിക് സൊല്യൂഷൻ, ഐസോപ്രിൽ, ക്ലോറിൻ ഡയോക്സൈഡ്. കോസ്റ്റിക് സൊല്യൂഷൻ, ഓപ്ഷൻ ബി കോസ്റ്റിക് സൊല്യൂഷൻ ആണ് ആൻസർ വരിക. 18ാമത്തെ ചോദ്യം, ദ തേർഡ് കമ്പാർട്ട്മെന്റ് ഓഫ് അസറ്റിലിൻ ഗ്യാസ് പ്യൂരിഫയർ. അസറ്റിലിൻ ഗ്യാസ് പ്യൂരിഫയറുമായി ബന്ധപ്പെട്ട് അതിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിലെ മൂന്നാമത്തെ കമ്പോണന്റ് എന്താണെന്നുള്ളതാണ്, അതിനുള്ളിൽ എന്താണെന്നുള്ളതാണ്. ഫിൽറ്റർ വൂൾ ആണ് ആൻസർ. ഓപ്ഷൻ സി ഫിൽറ്റർ വൂൾ ആണ് ആൻസർ വരിക. ദെൻ ദി അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടർ ഈസ് മെയ്ഡ് ഫ്രം. അസറ്റിലിൻ ഗ്യാസ് സിലിണ്ടർ എന്തോ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫോർജ്ഡ് അലൂമിനിയം ആണോ, സീംലെസ് ഡ്രോൺ സ്റ്റീൽ ട്യൂബ് എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി സീംലെസ് ഡ്രോൺ സ്റ്റീൽ ട്യൂബ്. 20ാമത്തെ ചോദ്യം, ദ കളർ കോഡിംഗ് യൂഷ്വലി ഗിവൺ ടു ആർഗൺ സിലിണ്ടേഴ്സ്. ഈ സിലിണ്ടറുകളുടെ കളർ കോഡിങ്ങുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പല ഫീൽഡിൽ നിന്ന്. അപ്പോൾ ആർഗൺ സിലിണ്ടറിന്റെ കളർ കോഡിംഗ് പ്രകാരം ബ്ലൂ ആണ് ആൻസർ. ഓപ്ഷൻ ബി ബ്ലൂ ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടേഴ്സ് ആർ യൂഷ്വലി ടെസ്റ്റഡ് വിത്ത് എ വാട്ടർ പ്രഷർ ഓഫ്. അപ്പോൾ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ നമ്മുടെ ഗ്യാസ് വെൽഡിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ, അപ്പോൾ അതിന്റെ വാട്ടർ പ്രഷർ എത്ര വരും? 225 ബാർ ആണ് ആൻസർ. ഓപ്ഷൻ സി. 22ാമത്തെ ചോദ്യം, വിച്ച് ഫ്ലെയിം ഈസ് കോമൺലി യൂസ് ഫോർ സ്റ്റെല്ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലെയിം. സ്റ്റെല്ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇതിൽ ആൻസർ കാർബറൈസിംഗ് ഫ്ലെയിം ആണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ ബി കാർബറൈസിംഗ് ഫ്ലെയിം ആണ് സ്റ്റെല്ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലെയിം. ദ കളർ കോഡിംഗ് യൂഷ്വലി ഗിവൺ ടു ഹൈഡ്രജൻ സിലിണ്ടർ. നേരത്തെ ആർഗൺ സിലിണ്ടർ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ സിലിണ്ടറിന്റെ കളർ എന്താണ്? ഓപ്ഷൻ സി റെഡ് ആണ് ആൻസർ. റെഡ് കളർ ആണ് ഹൈഡ്രജൻ വരിക. വിച്ച് ഹൈഡ്രജൻ സിലിണ്ടറിന് വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഈസ് യൂസ് ടു പ്രിവെന്റ് വെൽഡ് ഡീകേ ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വെൽഡ് ഡീകേ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏത് എലമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്? കൊളംബിയം തന്നെയാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ കൊളംബിയം ആണ് ഇതിന്റെ ഉത്തരവായിട്ട് വരിക. 25ാമത്തെ ചോദ്യം, ആഫ്റ്റർ ദ വെൽഡിംഗ് ഓഫ് അലൂമിനിയം ഫ്യൂവൽ ടാങ്ക്സ് ദ ഫ്ലക്സസ് ആർ യൂഷ്വലി റിമൂവ്ഡ് ബൈ. അപ്പോൾ അലൂമിനിയം ഫ്യൂവൽ ടാങ്ക് വെൽഡ് ചെയ്ത ശേഷം ഫ്ലക്സ് എങ്ങനെ കളയും എന്നുള്ളതാണ്. യൂസിങ് എ സൊല്യൂഷൻ ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ്. ഇത് നമ്മൾ പഠിക്കുന്നതാണ്. ഓപ്ഷൻ എ യൂസിങ് എ സൊല്യൂഷൻ ഓഫ് നൈട്രിക് ആസിഡ് ആൻഡ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 26ാമത്തെ ചോദ്യം, ഇത് സ്റ്റെല്ലൈറ്റുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. സ്റ്റെല്ലൈറ്റ് ടൈപ്പ് ഫില്ലർ മെറ്റൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ. അത്തരം ഫില്ലർ മെറ്റൽ എന്തിനാണ്? ഹാർഡ് ഫേസിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ഹാർഡ് ഫേസിംഗ് ഓഫ് മെറ്റാലിക് കമ്പോണൻസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹാർഡ് ഫേസിംഗ് ഓഫ് മെറ്റാലിക് കമ്പോണൻസ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. 27ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫില്ലർ റോഡ് മെറ്റീരിയൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ വെൽഡിംഗ് ഓഫ് റോട്ടൈൻ. റോട്ടൈൻ വെൽഡ് ചെയ്യാനായിട്ട് ഏത് ഫില്ലർ റോഡ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്? കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ. ഓപ്ഷൻ ബി കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ആണ് ഇതിന്റെ ആൻസർ വരിക. 28ാമത്തെ ചോദ്യം, നോർമൽ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിം. ഓക്സി അസറ്റിലല്ല, ഓക്സി കോൾ ഗ്യാസ് ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ റേഞ്ച് ആണ് 1800 മുതൽ 2200 ഡിഗ്രി സെൽഷ്യസ് വരെ. അപ്പൊ ഈ വാല്യൂസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്. 1800 മുതൽ 2200 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നിമിയിലൊക്കെ കൊടുത്തിട്ടുള്ള ടേബിളിലുള്ള വാല്യൂസ് ഒക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. വെൻ ഓസ്റ്റനൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് ഹീറ്റഡ് ഡ്യൂറിംഗ് ഗ്യാസ് വെൽഡിംഗ് ദ ക്രോമിയം ആൻഡ് കാർബൺ വിൽ കമ്പൈൻ ടു ഫോം. അപ്പോൾ ഈ പറഞ്ഞ ഗ്യാസ് വെൽഡിങ്ങിന്റെ സമയത്ത് ഓസ്റ്റനൈറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹീറ്റ് ചെയ്യുമ്പോൾ ക്രോമിയം കാർബണോടെ കമ്പൈൻ ചെയ്തെന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് ക്രോമിയം കാർബൈഡ് ഉണ്ടാവും. ഓപ്ഷൻ എ ക്രോമിയം കാർബൈഡ്. അത് ഈ ഓപ്ഷനിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ആൻസർ ആണ്. 30ാമത്തെ ചോദ്യം, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം ഓക്സൈഡ്. അത് നമ്മൾ പഠിക്കുന്നതാണ്. 1930 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 31ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് വയർ ബ്രഷ് യൂസ്ഡ് ഫോർ ക്ലീനിങ് നോൺ ഫെറസ് മെറ്റൽസ്. നോൺ ഫെറസ് മെറ്റൽസ് ക്ലീൻ ചെയ്യാനുള്ള വയർ ബ്രഷ് ഏത്? ഓപ്ഷൻ ഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ് ആണ് ഇതിന്റെ ആൻസർ. സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ്. 32ാമത്തെ ചോദ്യം, ഇൻ എ വെൽഡിംഗ് റെക്ടിഫയർ സെൽ വിച്ച് ആക്ട്സ് ആസ് കാഥോഡ്. കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഈ പറഞ്ഞ ഏത് ആണ് വെൽഡിംഗ് റെക്ടിഫയർ സെല്ലിൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ അതേപടി തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ കാഡ്മിയം, ബിസ്മുത്ത് ആൻഡ് ടിൻ അലോയ് ഫിലിം ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കാഥോഡായിട്ട് ഈ പറഞ്ഞ വെൽഡിംഗ് റെക്ടിഫയർ സെല്ലിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ 32 ഓപ്ഷൻ എ. 33ാമത്തെ ചോദ്യം, സ്മോൾ വെൽഡ് ഡെപ്പോസിറ്റഡ് ഓൺ ദ റൂട്ട് സൈഡ് ഓഫ് ബട്ട് ഓർ കോർണർ ജോയിന്റ് ബിഫോർ വെൽഡിങ്ങിന് മുമ്പ് ഈ പറഞ്ഞ റൂട്ട് സൈഡിൽ ബട്ടിന്റെ കോർണർ ജോയിന്റിന്റെ റൂട്ട് സൈഡിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സ്മോൾ വെൽഡിങ്ങിന് മുന്നേ ചെയ്യുന്ന അതിനെ നമ്മൾ ബാക്കിംഗ് റൺ എന്ന് പറയുക. ഓപ്ഷൻ ബി ബാക്കിംഗ് റൺ ഈസ് ദ കറക്റ്റ് ആൻസർ.
ഐഡന്റിഫൈ വൺ ഓഫ് ദ മെത്തേഡ്സ് ടു ബാലൻസ് ദ ഷ്രിങ്കേജ് ഫോഴ്സ് വിത്ത് അനദർ ഷ്രിങ്കേജ് ഫോഴ്സ്. അപ്പോൾ ഷ്രിങ്കേജ് ഫോഴ്സ് മറ്റൊരു ഷ്രിങ്കേജ് ഫോഴ്സുമായിട്ട് ബാലൻസ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാണ്? അത് ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഓപ്ഷൻ ഡി ഡൈവേർജൻസ് അലവൻസ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ഡൈവേർജൻസ് അലവൻസ്. 35ാമത്തെ ചോദ്യം, ഇൻ ദിസ് പ്രോസസ് ദി ആർക്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ എ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഹൈഡ്രജൻ, നൈട്രജൻ ആൻഡ് ആർഗൺ. ഇത് ഏത് തരം വെൽഡിംഗ് മെത്തേഡ് ആണെന്നാണ് ചോദിക്കുന്നത്. ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉണ്ട്, ഹൈഡ്രജനും നൈട്രജനും ആർഗണും അവിടെ ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ടുണ്ട്. ഓപ്ഷൻ ഡി അറ്റോമിക് ഹൈഡ്രജൻ ആർക്ക് വെൽഡിംഗിലാണ് അങ്ങനെ വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദ സർഫസ് ഫോംഡ് ബൈ സ്ക്വയറിംഗ് ഓഫ് ദ റൂട്ട് എഡ്ജ് ഓഫ് ദ ഫ്യൂഷൻ ഫേസ് ടു അവോയ്ഡ് എ ഷാർപ്പ് എഡ്ജ് അറ്റ് ദ റൂട്ട്. അപ്പോൾ ഈ പറഞ്ഞ റൂട്ട് എഡ്ജിന്റെ സ്ക്വയറിംഗ് ഓഫ് വഴി വരുന്ന ആ ഒരു സർഫസിന് എന്താ പറയുക? റൂട്ട് ഫേസ്. ഓപ്ഷൻ ഡി റൂട്ട് ഫേസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. 37ാമത് ചോദ്യം, സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ആൻ ആർക്ക് വെൽഡിംഗ് ഇലക്ട്രോഡ് നമുക്ക് പഠിക്കുന്നതാണ്, സിമ്പിൾ ആണ്. 350 mm തൊട്ട് 450 mm വരെയാണ് അതിന്റെ ആ വാല്യൂ തന്നെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ലെങ്ത്. വിച്ച് ആർക്ക് ലെങ്ത് 38 വിച്ച് ആർക്ക് ലെങ്ത് ഈസ് യൂസ്ഡ് ഫോർ റീസ്റ്റാർട്ടിംഗ് ദ വെൽഡ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ആർക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഷോർട്ട് ആർക്ക്. ആസ് പെർ IS 814/1991 the electrode coding letter K indicates. അപ്പോൾ ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ട കോഡിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട്. എഫക്റ്റീവ് ഇലക്ട്രോഡ് എഫിഷ്യൻസിനെയാണ് ഈ K കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. എഫക്റ്റീവ് ഇലക്ട്രോഡ് എഫിഷ്യൻസി. ഓപ്ഷൻ ബി. ഇൻ വിച്ച് പൊളാരിറ്റി സെല്ലുലോസ് ടൈപ്പ് ഇലക്ട്രോഡ്സ് ആർ യൂസ്? അപ്പോൾ സെല്ലുലോസ് ടൈപ്പ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നത് DCEP-ലാണ്, DC പോസിറ്റീവിലാണ്. ഓപ്ഷൻ സി. ഇൻ DC വെൽഡിംഗ് മെഷീൻ 1/3 ഹീറ്റ് ലിബറേറ്റർ ഇൻ വിച്ച് ടെർമിനൽ? നെഗറ്റീവ് ടെർമിനലിലാണ് 1/3 ഹീറ്റും ലിബറേറ്റഡ് ആവുന്നത് ഈ DC വെൽഡിങ്ങിന്റെ കേസിൽ. ഇൻ വിച്ച് പൊളാരിറ്റി ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന പൊളാരിറ്റിയാണ് DCEP അല്ലെങ്കിൽ DC പോസിറ്റീവ്. ഓപ്ഷൻ എ. 42. 43 ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് വിച്ച് ഹെൽപ്സ് ടു ഗെറ്റ് എ വെൽഡ് വിത്തൗട്ട് ക്രാക്സ് ഇല്ലാത്ത വെൽഡ് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഇലക്ട്രോഡ് ആണ് ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ്സ്. ഓപ്ഷൻ എ ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ്സുമായി ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 44ാമത്തെ ചോദ്യം, ദ മെത്തേഡ് ഓഫ് വെൽഡിംഗ് ഹെവി തിക്ക് പ്ലേറ്റ്സ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. അപ്പോൾ വെർട്ടിക്കൽ പൊസിഷനിൽ തിക്ക് പ്ലേറ്റ് വെൽഡ് ചെയ്യാൻ പറ്റുന്നത് ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങിലാണ്. ഓപ്ഷൻ ഡി ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ്. ഇലക്ട്രോസ്ലാഗ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടും കുറെ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 45ാമത്തെ ചോദ്യം, ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദ വർക്ക് ഓൺ ദ വെൽഡിംഗ് ടേബിൾ ഈസ് ദ മെത്തേഡ് ഓഫ്. ഈ വെൽഡിംഗ് ടേബിളിലെ വർക്കിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെഡ്യൂസിങ് എഫക്റ്റീവ് ഷ്രിങ്കേജ്, ബാലൻസിങ് ദ ഷ്രിങ്കേജ്, മേക്കിംഗ് ദ ഷ്രിങ്കേജ് ഫോഴ്സ്, റെഡ്യൂസ് ഡിസ്റ്റോർഷൻ, കൺട്രോൾ ദി ആർക്ക് ബ്ലോ. ഓപ്ഷൻ ഡി കൺട്രോൾ ദി ആർക്ക് ബ്ലോ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. 46ാമത്തെ ചോദ്യം, ദ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻസ് ഫ്ലെക്സ് പ്രിവെന്റ് പോറോസിറ്റി ആൻഡ് മേക്ക് ദ വെൽഡ് സ്ട്രോങ്ങർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലെക്സിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ആ സബ്സ്റ്റൻസ് ഫ്ലെക്സിംഗ് സബ്സ്റ്റൻസ് അത്രേ ഉള്ളൂ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് ദ മെറ്റൽസ് ആൻഡ് ദ പോയിന്റ് വെയർ ദ വെൽഡ് മെറ്റൽ ടച്ചസ് ദ ബേസ് മെറ്റൽ ടോ ഈസ് കോൾഡ് ലെഗ് ലെങ്ത്. 47ാമത്തെ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ സി ലെഗ് ലെങ്ത്. 48ാമത്തെ ചോദ്യം, ഇൻ ദിസ് ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് an arc is formed between a continuous automatically fed metallic consumable electrode and the വെൽഡിംഗ് ജോബ് അണ്ടർ എ തിക്ക് പൂൾ ഓഫ് മോട്ടർ ഫ്ലെക്സ്. അപ്പൊ അതാണ് അതിനകത്ത് ഹൈലൈറ്റ്. തിക്ക് പൂൾ ഓഫ് മോട്ടർ ഫ്ലെക്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന വെൽഡിംഗ് ആണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ഓപ്ഷൻ എ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജംഗ്ഷൻ ഓഫ് ദ മെറ്റൽസ് ആൻഡ് ദി മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ടു ടോസ്, അതിനെയാണ് നമ്മൾ ത്രോട്ട് തിക്നെസ് എന്ന് പറയുക. അപ്പോൾ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വെൽഡ് ജോയിന്റുകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ത്രോട്ട് തിക്നെസ്. 50ാമത്തെ ചോദ്യം, സപ്ലിമെന്ററി സിംബൽസ് ഓൺ ആൻ എലമെന്ററി സിംബൽസ് ഇൻഡിക്കേറ്റ്. അതായത് എലമെന്ററി സിംബൽസിൽ സപ്ലിമെന്ററി സിംബൽസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി ടൈപ്പ് ഓഫ് വെൽഡ് സർഫസ്. ഓപ്ഷൻ സി ടൈപ്പ് ഓഫ് വെൽഡ് സർഫസ്. 51ാമത്തെ ചോദ്യം, വിച്ച് ഗ്യാസ് ക്യാൻ ബി യൂസ് ടു മിനിമൈസ് സ്പാറ്റേഴ്സ് ലോസ് ഇൻ GMAW. അപ്പൊ GMAWയിൽ സ്പാറ്ററിന്റെ ലോസ് കുറയ്ക്കുന്ന ഗ്യാസ് ഏതാണെന്ന്. ഇത് ഇവിടെ ശരിക്കും കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് പറയുകയാണെങ്കിൽ ആർഗൺ പ്ലസ് കാർബൺ ഡയോക്സൈഡ് എന്നുള്ളതാണ് ഈ സ്പാറ്റർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ കാർബൺ ഡയോക്സൈഡ് മാത്രം യൂസ് ചെയ്താൽ ഈ സ്പാറ്റർ കൂടും. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഹീലിയം ആണ്. പക്ഷെ ഹീലിയം ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നില്ല. പക്ഷെ കാർബൺ ഡയോക്സൈഡ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ യൂസ് ചെയ്താൽ സ്പാറ്റർ കൂടും. ആക്ച്വൽ ആൻസർ കാർബൺ ഡയോക്സൈഡ് പ്ലസ് ആർഗൺ ആണ്. പക്ഷെ അത് ഈ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഹീലിയം ചൂസ് ചെയ്യാം. ഇൻ GMAW 52ാമത്തെ ചോദ്യം, GMAW പ്രോസസ് CO2 is filled in the cylinder in the form of. CO2 കാർബൺ ഡയോക്സൈഡ് സിലിണ്ടറിൽ ഏത് ഫോമിലാണ്? അത് കംപ്രസ് ചെയ്ത് ലിക്വിഡ് ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ലിക്വിഡ് ആണ് കറക്റ്റ് ആൻസർ. 53ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഡ്രൈവ് റോളർ ഈസ് യൂസ് ഫോർ ഫ്ലെക്സ് കോർ ആർക്ക് വെൽഡിംഗ്. ഫ്ലെക്സ് കോർ ആർക്ക് വെൽഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈവ് റോളർ ആണ് വി കർവ്ഡ് ഡ്രൈവ് റോളർ.
54ാമത് ചോദ്യം, വിച്ച് ഈസ് ദ ഷീൽഡിംഗ് ഗ്യാസ് മിക്സർ സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസിംഗ് സ്പ്രേ ട്രാൻസ്ഫർ ഇൻ GMAW? ആർഗൺ വിത്ത് 1 to 2% ഓക്സിജൻ ആണ് ഇവിടുത്തെ ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് GMAW ഈ പറഞ്ഞ വെൽഡിംഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 55ാമത് ചോദ്യം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ കോണ്ടാക്ട് ട്യൂബ് ആൻഡ് ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ഇൻ വെൽഡിംഗ് ഈസ് നോൺ ആസ് സ്റ്റിക്ക് ഔട്ട്. അല്ലെ, അതാണ് കോണ്ടാക്ട് മുതൽ ടിപ്പ് വരെയുള്ള ലെങ്ത് ആണ് സ്റ്റിക്ക് ഔട്ട്. 56ാമത് ചോദ്യം, സ്റ്റേറ്റ് ദ വാല്യൂ ഓഫ് ദ മെറ്റൽ ഡെപ്പോസിഷൻ എഫിഷ്യൻസി അച്ചീവ്ഡ് ഇൻ FCAW. അപ്പൊ FCAW മെറ്റൽ ഡെപ്പോസിഷന്റെ എഫിഷ്യൻസി 80 മുതൽ 86% വരെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. 57ാമത് ചോദ്യം, വിച്ച് ഡിഫക്ട് ഈസ് ലൈക്ലി ടു ബി കോസ്ഡ് ഇഫ് ഗ്യാസ് സപ്ലൈ ഈസ് ഇൻഡിപെൻഡന്റ് ഇൻ GMAW? ഇതും കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇൻഡിപെൻഡന്റ് എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കണം. ഇപ്പൊ ഗ്യാസ് സപ്ലൈയുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിരിക്കുന്നത് ഏത് ഡിഫക്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ഇതിൽ ഓഡ് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പോറോസിറ്റി ആണ്. അങ്ങനെയാണ് പോറോസിറ്റി എന്നുള്ള ആൻസറിലേക്ക് എത്തിയിരിക്കുന്നത്. ഓപ്ഷൻ ബി. അത് ബാക്കിയെല്ലാം ഹീറ്റുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊറോസിറ്റി പക്ഷെ അങ്ങനെയല്ല, അതുകൊണ്ടാണ് ഓപ്ഷൻ ബി പോറോസിറ്റി ചൂസ് ചെയ്തത്. പക്ഷെ അവിടെ ആൻസറിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. 58ാമത് ചോദ്യം, ഇൻ കാർബൺ ഡയോക്സൈഡ് വെൽഡിംഗ് വെൻ ദ വെൽഡിംഗ് കറന്റ് ഈസ് 300 to 500 ആംപിയർ, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഫ്ലോ ദാറ്റ് ഷുഡ് ബി സെറ്റ് ഇൻ ദ ഷീൽഡിംഗ്? അപ്പോൾ അത് ഇതിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഈ പറഞ്ഞ വെൽഡിംഗ് കറന്റ് 300 to 500 ആവുമ്പോൾ ഷീൽഡിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ ഇത് ഗ്യാസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി 20 to 25 ലിറ്റർ പെർ മിനിറ്റ് അവിടെ ചൂസ് ചെയ്തെന്ന് മാത്രം. 59ാമത് ചോദ്യം, ഇൻ ER70S ഓഫ് GMAW ഇലക്ട്രോഡ് സ്പെസിഫിക്കേഷൻ ആസ് പെർ AWS വാട്ട് ഡസ് 70 റെപ്രസെന്റ്? അപ്പൊ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ 70 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു പഠിക്കുന്നതാണ്. ഓപ്ഷൻ ബി ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അവിടുത്തെ ആൻസർ വരിക. 60ാമത് ചോദ്യം, വാട്ട് ഈസ് ദ ഗൺ ആംഗിൾ യൂസ്ഡ് ഇൻ ഫോർ ഹാൻഡ് ഓർ ബാക്ക് ഹാൻഡ് വെൽഡിംഗ് ടെക്നീക്സ് GMAW? അപ്പൊ GMAW ഗൺ ആംഗിൾ എത്ര ആണെന്നുള്ളതാണ്. ശരിക്കും 10 to 20 ഡിഗ്രി ആണ് നിമി ടെക്സ്റ്റ് പ്രകാരം ആൻസർ. 10 മുതൽ 20 ഡിഗ്രി വരെയാണ്. ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ 10 മുതൽ 15 കൊടുത്തിട്ടുണ്ട്, 15 മുതൽ 20 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ നമുക്ക് അറിയില്ല. ഇതിൽ ഏതും ആൻസർ ആയിട്ട് വരാം, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയി പോകാം. 10 to 20 ഡിഗ്രി ആണ് ആക്ച്വലി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള വാല്യൂ. 61ാമത് ചോദ്യം, വാട്ട് ഈസ് ദ കളർ കോഡ് യൂസ് ടു ഐഡന്റിഫൈ CO2? വീണ്ടും കളർ കോഡ് വന്നു. കാർബൺ ഡയോക്സൈഡ് സിലിണ്ടറിന്റെ കളർ കോഡാണ് ബ്ലാക്ക് ബോഡി വിത്ത് വൈറ്റ് നെക്ക്. 62ാമത് ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഗ്യാസ് ഡിഫ്യൂസർ ഇൻ എ മിഗ് ടോർച്ച്? മിഗ് ടോർച്ചിലെ ഗ്യാസ് ഡിഫ്യൂസറിന്റെ ഫംഗ്ഷൻ ആണ് ടു മേക്ക് ഷുവർ ദ ഷീൽഡിംഗ് ഗ്യാസ് ഈസ് ഡെലിവേർഡ് ഈവൻലി ആൻഡ് കറക്റ്റ്ലി ടു ദ നോസിൽ. അപ്പോൾ നോസിലേക്ക് ഷീൽഡിംഗ് ഗ്യാസ് കറക്റ്റ് ആയിട്ട് ചെല്ലുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയാണ് ഗ്യാസ് ഡിഫ്യൂസറിന്റെ പണി. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 63ാമത് ചോദ്യം, വാട്ട് ഈസ് ദ വോൾട്ടേജ് റേഞ്ച് ഓഫ് ഗ്ലോബുലാർ ട്രാൻസ്ഫർ ഇൻ GMAW ഗ്ലോബുലാർ ട്രാൻസ്ഫറിന്റെ വോൾട്ടേജ് റേഞ്ച് ആണ് ഓപ്ഷൻ സി 23 മുതൽ 27 വോൾട്ട് വരെ. 64ാമത് ചോദ്യം, ഇൻ ഡിപ്പ് ട്രാൻസ്ഫർ ഡ്യൂറിംഗ് മിഗ് വെൽഡിംഗ് വാട്ട് ഹാപ്പൻസ് വെൻ ദ മോൾട്ടൺ വയർ ടച്ചസ് ദ വെൽഡ് പഡിൽ? മോൾട്ടൺ വയർ വെൽഡ് പഡിലിനെ ടച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ദ സർക്യൂട്ട് ഈസ് ഷോർട്ടഡ്, ദി ആർക്ക് ഈസ് എക്സ്റ്റിങ്യൂഷ്ഡ് ആൻഡ് ദ മെറ്റൽ ഡ്രോപ്പ് ഈസ് ട്രാൻസ്ഫേർഡ്. അപ്പൊ സർക്യൂട്ട് ഷോർട്ട് ചെയ്യും, ആർക്ക് എക്സ്റ്റിങ്യൂഷ്ഡ് ആവും, മെറ്റൽ ഡ്രോപ്പ് ട്രാൻസ്ഫർ ആവും. അതാണ് മോൾട്ടൺ വയർ വെൽഡ് പഡിൽ ടച്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. 65ാമത് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി കോസ് ഇഫ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട് ആൻ ആർക്ക് ആൻഡ് ദ ആർക്ക് ഈസ് അൺസ്റ്റേബിൾ ഡ്യൂറിംഗ് GMAW കേസിൽ ആർക്ക് തുടങ്ങാനും ആർക്ക് അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള കാരണം എന്നുള്ളതാണ്. കാരണം ഓപ്ഷൻ ഡി റോങ് പൊളാരിറ്റി ഓർ പുവർ വർക്കിംഗ് പീസ് കണക്ഷൻ. അപ്പൊ റോങ് പൊളാരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് പീസ് കണക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഇത് സംഭവിക്കാം. ആർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവും, ആർക്ക് അൺസ്റ്റേബിൾ ആവും. 66ാമത് ചോദ്യം, വിച്ച് ടൈപ്പ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബൈ ടിഗ് പ്രോസസ് വിത്ത് DC? അതായത് DC വെച്ചിട്ട് ഈ പറഞ്ഞ ഏത് ടൈപ്പ് ഇലക്ട്രോഡ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടിഗ് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. 67ാമത് ചോദ്യം, വിച്ച് ഇലക്ട്രോഡ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ദി ആർക്ക് ഇൻ GTAW പ്രോസസ്? അപ്പൊ GTAW ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏത് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്? ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. സിമ്പിൾ ചോദ്യമാണ്. 68ാമത് ചോദ്യം, വിച്ച് വിൽ നോട്ട് ബി പ്രസന്റ് ഓൺ ദ വെൽഡ് ബീഡ് ഡ്യൂ ടു യൂസ് ഓഫ് ഷീൽഡിംഗ് ഗ്യാസ് ഇൻ ടിഗ് വെൽഡ്? ടിഗ് വെൽഡിംഗിൽ ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് ഉണ്ടാവാത്തത്? സ്ലാഗ്. ഓപ്ഷൻ എ സ്ലാഗ് ഉണ്ടാവില്ല എന്നുള്ളതാണ്.
69ാമത് ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫക്റ്റ് കോസ്റ്റ് ബൈ ഹൈ കറന്റ് ഇൻ ടിഗ്? ടിഗ് വെൽഡിംഗിൽ കറണ്ട് കൂടിയാൽ എന്ത് സംഭവിക്കും? അണ്ടർ കട്ട് ഉണ്ടാവും. ഓപ്ഷൻ സി അണ്ടർ കട്ട് ആണ് വരുന്ന ഡിഫക്റ്റ്. 70ാമത് ചോദ്യം, വൈ ആർഗൺ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിംഗ് ഇൻ ടിഗ്? ആർഗൺ ഗ്യാസ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടിഗ് വെൽഡിംഗിലെ ടിഗ് ഉപയോഗിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുമ്പോൾ. ഓപ്ഷൻ എ, ഇനേർട്ട് ഗ്യാസ് പ്രൊട്ടക്ട്സ് ദി വെൽഡ്. അതാണ് ആൻസർ. ഇനേർട്ട് ഗ്യാസ് പ്രൊട്ടക്ട്സ് ദ വെൽഡ് ആണ് അവിടെ സംഭവിക്കുക. 71ാമത് ചോദ്യം, വിച്ച് വെൽഡിംഗ് മെഷീൻ ഈസ് ടു ബി യൂസ്ഡ് ഫോർ വെൽഡിംഗ് അലൂമിനിയം ബൈ ടിഗ് വെൽഡിംഗ്? അപ്പോൾ അലൂമിനിയം ടിഗ് വെൽഡിംഗ് നടത്തണമെങ്കിൽ ഏത് വെൽഡിംഗ് മെഷീനാണ്? AC വെൽഡിംഗ് മെഷീനാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 72ാമത് ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫക്റ്റ് ബൈ ടിഗ് വെൽഡിംഗ് ഇഫ് ദ കറന്റ് ഈസ് ടു ലോ? കറണ്ട് വളരെ കുറവാണെങ്കിൽ ടിഗിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് ഏതാണ്? ലാക്ക് ഓഫ് ഫ്യൂഷൻ. ഓപ്ഷൻ ഡി, ലാക്ക് ഓഫ് ഫ്യൂഷൻ. 73ാമത് ചോദ്യം, വാട്ട് ഈസ് ദ റൈറ്റ് അബൌട്ട് DCRP ഇലക്ട്രോഡ് ഇൻ ടിഗ് വെൽഡിംഗ്? അപ്പൊ DCRP ഇലക്ട്രോഡില് ടിഗ് വെൽഡിംഗിൽ യൂസ് ചെയ്യുന്നതിൽ DCRP ഇലക്ട്രോഡുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇംപ്രോപ്പർ ടങ്സ്റ്റൺ സൈസ്, ഇംപ്രോപ്പർലി പ്രിപ്പയർഡ് ടങ്സ്റ്റൺ, വെൽഡ് സർക്യൂട്ട് പൊളാരിറ്റി ഈസ് ഇൻകറക്റ്റ്. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് DCRPയുമായി ബന്ധപ്പെട്ട് ടിഗ് വെൽഡിംഗിൽ വരുന്നത്. വിച്ച് പ്രോസസ് ക്യാൻ ഈസിലി വെൽഡ് തിൻ മെറ്റൽ? തിൻ മെറ്റലുകൾ വെൽഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് GTAW അല്ലെങ്കിൽ ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. 75ാമത് ചോദ്യം, ഹൗ ഈസ് ദ ഇനേർട്ട് ഗ്യാസ് ഡയറക്റ്റഡ് ടു ഫ്ലോ ഓവർ വെൽഡ് പൂൾ ഇൻ ടിഗ് വെൽഡിംഗ്? അപ്പൊ ടിഗ് വെൽഡിംഗിൽ വെൽഡ് പൂളിലേക്ക് ഇനേർട്ട് ഗ്യാസ് എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നതാണ്? ത്രൂ സെറാമിക് നോസിൽ. ഓപ്ഷൻ സി, സെറാമിക് നോസിൽ. അതായത് എന്ത് തരം നോസിലാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 76ാമത് ചോദ്യം, വാട്ട് ഈസ് ഓൾസോ റെഫേർഡ് ടു ആസ് GTAW? വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യമാണ്. GTAW നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടിഗ് വെൽഡിംഗ്. ഓപ്ഷൻ എ, ടിഗ് വെൽഡിംഗ്. 77ാമത് ചോദ്യം, വാട്ട് ഈസ് എ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഓഫ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് യൂസ്ഡ് ഇൻ ടിഗ് വെൽഡിംഗ്? ടിഗ് വെൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഏതാണ്? ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഇത് എത്ര തവണ ചോദിച്ചത്? 2-3 തവണ ഇപ്പോൾ ആയിട്ടുണ്ട്. ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഓപ്ഷൻ സി, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. 78ാമത് ചോദ്യം, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ഇലക്ട്രോഡ് ടിപ്പ് ബൈ സെറ്റിംഗ് DCEN നെഗറ്റീവ് പൊളാരിറ്റി ആണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് ഏത് ആംഗിൾ സെറ്റ് ചെയ്യണം? 60 ഡിഗ്രി സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. 79ാമത് ചോദ്യം, വിച്ച് ഈസ് ദ വെൽഡിംഗ് പ്രോസസ് ദാറ്റ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക് ആർക്ക് ബിറ്റ്വീൻ നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആൻഡ് ബേസ് മെറ്റൽ? അപ്പോൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന ഏതാ? ടിഗ് വെൽഡിംഗ് ആണ്. ഓപ്ഷൻ ഡി, ടിഗ് വെൽഡിംഗ്. 80ാമത് ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡിഫക്റ്റ് ഇൻ വിച്ച് വെൽഡ് മെറ്റൽ ഡിഡ് നോട്ട് മെൽറ്റ് വിത്ത് ബേസ് മെൽറ്റിംഗ്? ബേസ് മെറ്റൽ. അപ്പോൾ വെൽഡ് മെറ്റൽ ബേസ് മെറ്റലുമായിട്ട് വെൽഡ് ചെയ്തില്ലെങ്കിൽ, മെൽറ്റ് ചെയ്തില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഡിഫക്റ്റ് ആണ് ലാക്ക് ഓഫ് ഫ്യൂഷൻ. ഓപ്ഷൻ സി, ലാക്ക് ഓഫ് ഫ്യൂഷൻ. 81ാമത് ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇനേർട്ട് ഗ്യാസ് യൂസ്ഡ് ഇൻ ടിഗ് വെൽഡ്? ടിഗ് വെൽഡിംഗിൽ ഇനേർട്ട് ഗ്യാസിന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻ ബി, ടു പ്രൊട്ടക്ട് ദ മോൾട്ടൺ മെറ്റൽ ഫ്രം അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ. അപ്പോൾ മോൾട്ടൺ മെറ്റൽ അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഗ് വെൽഡിംഗിൽ ഇനേർട്ട് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. 82ാമത് ചോദ്യം, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് ദി എയർ in a pipe with argon gas that will not react with the root of the weld? വെൽഡുമായിട്ട് വെൽഡ് റൂട്ടുമായിട്ട് റിയാക്ട് ചെയ്യാതെ നമ്മൾ ആർഗൺ ഗ്യാസ് റീപ്ലേസ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുക? എയർ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന പർജിങ് എന്ന് പറയുക. ഓപ്ഷൻ ബി, പർജിങ്. 83ാമത് ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് ടിഗ് ടോർച്ച് ഫോർ ഹോൾഡിംഗ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് പിടിക്കുന്ന ആ ടിഗ് ടോർച്ചിന്റെ പേരെന്താണ്? അല്ല, ആ ഭാഗത്തിന്റെ പേരെന്താണ്? ടിഗില് കൊളറ്റ് എന്നുള്ളതാണ് അതിന്റെ പേര്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് ഇൻ ടിഗ് വെൽഡിംഗ്? ടിഗ് വെൽഡിംഗിലെ ഹൈ ഫ്രീക്വൻസി യൂണിറ്റിന്റെ പർപ്പസ് ആണ് ടു ഇനിഷ്യേറ്റ് ദി ആർക്ക് വിത്തൗട്ട് ടച്ചിങ് ദ ഇലക്ട്രോഡ് ഓൺ ദ ബേസ് മെറ്റൽ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 85ാമത് ചോദ്യം, വാട്ട് ഈസ് ദ ഡിവൈസ് യൂസ് ടു ഷോ ദ വോളിയം ഓഫ് ഇനേർട്ട് ഗ്യാസ് അലൗഡ് ടു ഗോ ടു ദ വെൽഡിംഗ് ടോർച്ച് ഇൻ ടിഗ് വെൽഡിംഗ്? അപ്പോൾ ഇനേർട്ട് ഗ്യാസിന്റെ വോളിയം അളക്കുന്ന സംഗതി ഏതാണ്? ഫ്ലോ മീറ്റർ. ഓപ്ഷൻ എ, ഫ്ലോ മീറ്റർ. 86ാമത് ചോദ്യം, വിച്ച് വെൽഡിംഗ് പ്രോസസ് റിക്വയർസ് വാക്വം ഫോർ വെൽഡിംഗ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗിലാണ് എന്ത് വേണ്ടത്? വാക്വം നമ്മൾ യൂസ് ചെയ്യുന്നത്. 87ാമത് ചോദ്യം, ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ദ ഫോളോയിങ് ആക്ഷൻ ടേക്സ് പ്ലേസ്? ഇലക്ട്രോൺ ബീം ബിൽഡിംഗിൽ ഉണ്ടാകുന്ന ആക്ഷൻ എന്താ? കൈനറ്റിക് എനർജി ഓഫ് ദ ഹൈ സ്പീഡ് ഇലക്ട്രോൺസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. അങ്ങനെ തന്നെയാണ് അല്ലെ? ഹൈ സ്പീഡ് ഇലക്ട്രോൺസ് വാക്വത്തിൽ വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഹീറ്റ് ആയിട്ട് കൺവേർട്ടഡ്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 88ാമത് ചോദ്യം, ഇൻ റെസിസ്റ്റൻസ് വെൽഡിംഗ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ജംഗ്ഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഐ. ഇക്വേഷൻ, എച്ചിന്റെ ഇക്വേഷൻ എന്താണ്? എച്ച് ഈക്വൽ ടു I squared RT. ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ്. I into R into T. ഇതാണ് I squared RT. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഹീറ്റിന്റെ ഇക്വേഷൻ. 89ാമത് ചോദ്യം,
ദ വെൽഡിംഗ് പ്രോസസ് ഇൻ ദാറ്റ് യൂസസ് റോളർ ഇലക്ട്രോഡ് റോളർ ഷേപ്പിലാവുന്ന വെൽഡിംഗ് പ്രോസസ് ഇതാണ് സീം വെൽഡിംഗ് ആണ്. ബാക്കിയൊന്നും അല്ല. ഓപ്ഷൻ ഡി സീം വെൽഡിംഗ്. 90ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെൽഡിംഗ് പ്രോസസ് ഈസ് നോട്ട് എ റെസിസ്റ്റൻസ് വെൽഡിംഗ്? റെസിസ്റ്റൻസ് വെൽഡിംഗ് അല്ലാത്ത വെൽഡിംഗ് പ്രോസസ് ഏതാണ്? ഇലക്ട്രോൺ ബീം വെൽഡിംഗ്. ബാക്കി സ്പോട്ട് വെൽഡിങ്ങും പ്രൊജക്ഷനും സീം വെൽഡിങ്ങും ഒക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് മറ്റൊന്നാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 91ാമത്തെ ചോദ്യം, ദ വെൽഡഡ് പാർട്ട് ഓഫ് ദ സ്പോട്ട് വെൽഡിംഗ് ഈസ് നോൺ ആസ്. ആ സ്പോട്ട് വെൽഡിംഗിലെ വെൽഡഡ് പാർട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് വെൽഡ് നഗറ്റ്. വെൽഡ് നഗറ്റ്. ഓപ്ഷൻ എ. 92ാമത്തെ ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് ഫില്ലർ മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഫ്രിക്ഷൻ വെൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലർ മെറ്റൽ ഏതാണ്? ഫില്ലർ മെറ്റൽ യൂസ് ചെയ്യുന്നില്ല. നോ ഫില്ലർ മെറ്റൽ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി നോ ഫില്ലർ മെറ്റൽ. ഫ്രിക്ഷൻ വെൽഡിംഗ് ഒരു സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ് ആണ്. അവിടെ ഫില്ലർ മെറ്റൽ ഇല്ല. 93ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ വെൽഡിംഗ് പ്രോസസ് ദാറ്റ് യൂസസ് ദി ആർക്ക് ബിറ്റ്വീൻ എ ബെയർ മെറ്റൽ ഇലക്ട്രോഡ് ആൻഡ് വെൽഡ് പൂൾ? അത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗിലാണ് ഒരു ബെയർ മെറ്റൽ ഇലക്ട്രോഡും വെൽഡ് പൂളും കൂടെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. 94ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ റിലേറ്റഡ് ടു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്? സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ 2 3 മാത്രമാണ് കറക്റ്റ്. ഇൻ ഓട്ടോമാറ്റിക് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്, ആർക്ക് വോൾട്ടേജ്, ആർക്ക് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് ട്രാവൽ ഇലക്ട്രോഡ് ഫീഡ് കൺട്രോൾഡ് ഓട്ടോമാറ്റിക്കലി. അത് ഓട്ടോമാറ്റിക്കലി ആണ് ഓട്ടോമേറ്റഡ് ആർക്ക് വെൽഡിംഗിൽ വരിക. ഇൻ സെമി ഓട്ടോമാറ്റിക് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഇതെല്ലാം ഒരു ഫീഡും സ്പീഡും ഒക്കെ ഓട്ടോമേറ്റഡ് ആണ്. അല്ല, ഫീഡ് ഓട്ടോമേറ്റഡ് ആണ്, സ്പീഡ് ഓഫ് ട്രാവൽ ഓപ്പറേറ്റർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെമി ഓട്ടോമാറ്റിക് സബ്മേർജ്ഡ് ആർക്ക്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. 95ാമത്തെ ചോദ്യം, തെർമിറ്റ് മിക്സ്ചർ ഏതാണ്? 5 പാർട്സ് അലൂമിനിയം, 8 പാർട്സ് അയൺ ഓക്സൈഡ്. സിമ്പിൾ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺലി യൂസ്ഡ് ടു വെൽഡ് റെയിൽവേ ട്രാക്സ്? സിമ്പിൾ ചോദ്യമാണ്. തെർമിറ്റ് വെൽഡിംഗ് ആണ്. ഓപ്ഷൻ എ തെർമിറ്റ് വെൽഡിംഗ് ആണ് റെയിൽവേ ട്രാക്ക് വെൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. 97ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിലേറ്റഡ് ടു തെർമിറ്റ് വെൽഡിംഗ്? ഏതാണ് കറക്റ്റ്? തെർമിറ്റ് വെൽഡിംഗുമായിട്ടുള്ള ചോദ്യമാണ്. തെർമിറ്റ് വെൽഡിംഗ് യൂഷ്വലി ഇൻവോൾവ്സ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഈസ് എക്സോതെർമിക്. കറക്റ്റ് ആണ് അല്ലെ? കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, ടെമ്പററി ഹീറ്റ് പുറത്തേക്ക് വിടുന്നുണ്ട്. 98ാമത്തെ ചോദ്യം, ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് ഈസ് ജനറലി ഡൺ ഇൻ? ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് എങ്ങനെയാണ്? വെർട്ടിക്കലായിട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി വെർട്ടിക്കൽ പൊസിഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ്? ഏതാണ്? മൂന്നാമത്തെ മാത്രമാണ് കറക്റ്റ്. ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് ഈസ് ജനറലി ഡൺ ഇൻ വെർട്ടിക്കൽ പൊസിഷൻ ആൻഡ് ക്യാൻ ബി ഒൺലി വെൽഡ് ഹെവി പ്ലേറ്റുകൾ വെർട്ടിക്കൽ പൊസിഷനിൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോസ്ലാഗ് വെൽഡിംഗ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ലാസ്റ്റ് ചോദ്യം, 100ാമത്തെ ചോദ്യം, ലേസറിന്റെ ഫുൾ ഫോം എന്താണ്? സിമ്പിൾ ആണ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇത്രയാണ് ഇതിന്റെ ആൻസർ കീ വരുന്നത്. ഇതിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാട്ടുക. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും പ്രൊഫഷണൽ ആൻസർ കീ അധികം വൈകാതെ വരും. കഴിഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ 5 ദിവസം കിട്ടും. ചലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യുക. അതിനുശേഷം ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അപ്പോൾ മാർക്ക് കിട്ടിയെന്ന് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.